എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ചിരി ആഘോഷമാക്കിയ ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ഭീമ സിനിമ ചിരിമ. ചിരിയുടെ ആഘോഷ കാഴ്ചകൾ നമ്മളോടൊപ്പം പങ്കുവെക്കാൻ ഇന്ന് ഭീമ സിനിമ ചിരിമയിൽ എത്തുന്നു നമ്മുടെ പ്രിയ താരം ജയസൂര്യ. വീണ്ടും നമുക്ക് അബിയെ കൂടി വിളിക്കാം. അബിക വീണ്ടും വരുന്നു അബി. അബി വീണ്ടും വീണ്ടും സിനിമാ സിനിമയിൽ നിങ്ങളുടെ അനുഭവങ്ങളുടെ ആ പഴയ ഓർമ്മച്ചപ്പ് അങ്ങോട്ട് തുറക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വിളിച്ചു വരുന്നത്. ജയസൂര്യ അന്നത്തെ ആ കാലഘട്ടത്തിലെ ജയസൂര്യയും ഇന്നത്തെ ജയസൂര്യയും തമ്മിൽ എന്താണ് അബിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തിരിക്കുന്നത്? ഇന്നിപ്പോ അവന് ഇത്തിരി അഹങ്കാരം കൂടിയുണ്ട്. ഇല്ല, കുറഞ്ഞു. കാരണം ഉയരത്തിലേക്ക് വരുന്തോറും മനുഷ്യനിങ്ങനെ കുനിഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അത് അവൻ നന്നായിട്ടറിയാം. അതുപോലെ ജയസൂര്യക്കുള്ള ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആണ്. ഇത്ര ഡെഡിക്കേഷനുള്ള താരങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഷാറൂഖ് ഖാൻ, തമിഴിലാണെങ്കിൽ വിക്രം. അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അവനിപ്പോൾ ഒരു ക്യാരക്ടർ. അവനിപ്പോൾ കഴിഞ്ഞ പടത്തിൽ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഏത് അപ്പോത്തിക്കിരി. അപ്പോൾ അതിൽ വളരെ ലീനായിട്ട് അത് ബോഡിയൊക്കെ അങ്ങനെ ആക്കിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അല്ല, ഞാൻ അങ്ങനെ ക്ഷീണിച്ചില്ലെങ്കിൽ പ്രൊഡ്യൂസർ ക്ഷീണിക്കും. അല്ല, കഥാപാത്രം അത്ര കഷ്ടപ്പെട്ടാലേ നിൽക്കുള്ളൂ. മാത്രമല്ല അത് അതിൻ്റെ സംവിധായകനുണ്ടല്ലോ മാധവ് രാംദാസ്, അദ്ദേഹം ആ സ്ക്രിപ്റ്റിന് വേണ്ടി 5 വർഷമാണ് ഇരുന്നത്. അപ്പോൾ അദ്ദേഹം ബുദ്ധിമുട്ടിൻ്റെ 4 നമ്മളൊന്നും ബുദ്ധിമുട്ടില്ല. ഇന്ദ്രൻസിന്റെ പ്രാക്ക് കിട്ടി നിനക്ക്. ഇന്ദ്രൻസിന് വെച്ചിരുന്ന വേഷമാണ്. അല്ലല്ല, ഇന്ദ്രൻ ചേട്ടനാണ് അച്ഛൻ വിശ്വസിക്കണ്ടേ മോഹനാന്നുള്ള കാര്യം. ഇന്ദ്രൻസിന്റെ ലൈഫിലെ ഏറ്റവും അയ്യോ അത് അന്യായ ആക്ടറും കൂടിയാണ് കേട്ടോ അദ്ദേഹമൊക്കെ. ജയസൂര്യ ഞാൻ ആദ്യം മുതൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു ആളാണ്. ജയസൂര്യയുടെ ഒരു വളർച്ച നമുക്ക് കാണാം. എന്നിട്ട് കടപ്പാടത്തിൽ എന്നെ വിളിക്കാത്ത ഇടയ്ക്ക് ഒരു സാധനം പറയാനുണ്ട്. കൊളാക്കാനല്ല, റോള് ശരിയായിക്കോ. കാരണം വളർച്ച കണ്ടോണ്ടിരിക്കുകയാണ്. വളരട്ടെ, നമ്മുടെ ഒപ്പം എത്തട്ടെ, എന്നിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ ഇനിയും വളരാൻ ഇല്ല ജയസൂര്യ, ഞാൻ ഒരുപാട് വർഷം എടുത്തിട്ട് 2 വർഷം എന്റെ സിനിമ കഴിഞ്ഞു. ഒരുപാട് ഗ്യാപ്പിലാണ് വരുന്നത്. ഞാനും അങ്ങനെ. എങ്കിലും ഇത് സെലക്ട് ചെയ്ത് പടമില്ലാതായത് ഓവർ സെലക്റ്റീവാ. അപ്പൊ എന്തായാലും നമ്മള് വലിയ താമസമില്ലാതെ ജയസൂര്യന്റെ സിനിമയിൽ അഭിനയിക്കും. ഒരു ഫോട്ടോ ഒരു സ്റ്റിൽ എടുത്തോ. പിന്നെ ജയസൂര്യ കൊണ്ട് ഇതൊക്കെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മനുഷ്യർക്കും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടല്ലോ, ഇല്ല അച്ഛാ എന്ന് പറഞ്ഞ പോലെ ജയസൂര്യ പാവപ്പെട്ട റോഡ് പണിക്കാർക്ക് പണിയില്ലാണ്ടാക്കി. ഭയങ്കര ആക്ഷേപമുണ്ട്. അല്ലല്ല, അബികനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് റോഡ് പണി ഉണ്ട് എന്നാണോ നീ പറയുന്നത്? ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ്. ഞാൻ കോൺട്രാക്ട് പണി ഉണ്ടായിരുന്നു. എന്തായാലും അത് വലിയൊരു ഇഷ്യൂ ആയതാണ് അല്ലേ? അന്ന് ഒരു റോഡിലുള്ള ഒരു വലിയ കുഴി ജയസൂര്യ മെറ്റൽ കൊണ്ടുപോയിട്ട് നികത്തി എന്ന് പറഞ്ഞിട്ട് അത് അന്ന് ഒരു വിവാദമൊക്കെ ഉണ്ടായി പത്രത്തിൽ. ഇനിയിപ്പോ ജയസൂര്യ മരിച്ചു കഴിയുമ്പോൾ പറയും ജയസൂര്യയുടെ മരണം നികത്താനാവാത്ത വെടമാണ്. അങ്ങനെ വരും, സംഭവിക്കും താമസിയാതെ. അല്ല, അത്തരം മരിച്ചു കഴിയുമ്പോഴേ നല്ലത് പറയുള്ളൂ. അത് പറയുള്ളൂ. ജയസൂര്യ ജീവിച്ചിരിക്കുമ്പോ ആർക്കും വേണ്ട എന്ന് പറയരുത്. വേണം, അടുത്ത പടത്തില് ഉണ്ട്. പിന്നെ വേറെ ഒരു പരിപാടിയൊക്കെ ചെയ്യും, മിഠായി പരിപാടി, ഓർമ്മയില്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആളുകൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ സന്നദ്ധമാകുന്ന ഒരു കാലഘട്ടം വരുമ്പോഴാണ് നമ്മൾ സെലിബ്രിറ്റി ആകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റഡ് ആകുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, നമ്മുടെ പോപ്പുലാരിറ്റിയുടെ അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. തീർച്ചയായിട്ടും അത് നമ്മുടെ കടമയാണ്. അത് നമുക്ക് സൊസൈറ്റി നമുക്ക് തരുന്ന ഒരു പ്രിവിലേജാണ്. അവർ പറഞ്ഞാൽ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞാൽ ശ്രദ്ധിച്ചെന്ന് വരും. അതുകൂടി നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുന്ന ഒരു കലാകാരൻ കൂടിയാണ് കലാകാരനാണ്.
അല്ലല്ല മിഠായി 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 അതാണ് മിഠായിലേക്ക് വരൂ, മിഠായിലേക്ക് വരൂ. മിഠായിയുടെ ഇൻസിഡന്റ് ഞാൻ ചിരിച്ചു പോയ ഒരു ഇൻസിഡന്റ് ആണ്. കാരണം എനിക്കും പലപ്പോഴും ടോളുകളിൽ നിന്ന് ഈ ചില്ലറയ്ക്ക് വരെ മിഠായി കിട്ടാറുണ്ട്. അത് നമ്മൾ വണ്ടിയിൽ ഇട്ടും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും, കുട്ടികൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് തുടങ്ങി, അങ്ങനെയാണ് പതിവ്. പക്ഷെ ഇത് എടുത്തു വെച്ചിട്ട് തിരിച്ചു കൊടുത്തു. എന്താ ഷുഗറാണ്, അതുകൊണ്ടെല്ലാം എടുത്തു വെച്ചു. ഞാനേ അത് എനിക്കൊരു ഷൂട്ടിങ് നടക്കുന്ന അമ്പലമേട് ഗസ്റ്റ് ഹൗസ് ഭാഗത്ത്. അപ്പോൾ ഡെയിലി പോകുന്നത് ആ വഴിക്കാണ്. പോകുമ്പോഴത്തേക്കും ഈ 7:50 ബാക്കി 2:50 50 പൈസ തരില്ല, മിഠായി തരില്ല. 50 പൈസക്ക് മിഠായി. ഇങ്ങനെയായി ഡെയിലി ഇതിനകത്ത് ഇങ്ങനെ മിഠായി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. ഉറുമ്പരിക്കുന്നുണ്ട്, അതിങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പോകുന്നു. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 7:50 മിഠായി ആയി. 50 പൈസ വെച്ച്, കാരണം ഡെയിലി പോവല്ലേ. അങ്ങനെ 7:50 മിഠായി കണക്ക് നോക്കിയപ്പോൾ 7:50. ഓക്കെ, സ്ഥലത്തെത്തി, ഗ്ലാസ് കയറ്റി ടോൾ 7:50 മിഠായി. അപ്പം എന്ത് ആളെ കളിയൊക്കെ? ഞാൻ പറഞ്ഞ ആളെ കളിയാക്കിയൊന്നുമല്ല, നിങ്ങൾ തന്നെയല്ലേ ഇത് ഡെയിലി തരണത്. അത് നടക്കുന്നില്ല, പൈസ തരാതൊന്നും പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മാഷെ നിങ്ങൾ തരുമ്പോഴത്തേക്കും നമ്മൾ മേടിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തരണോണ്ട് നിങ്ങൾക്ക് മേടിക്കണമെന്ന് കുഴപ്പം നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു നടക്കില്ല, ഇതേ തരുള്ളൂ. അപ്പോൾ മൂപ്പര് പറഞ്ഞു ചേട്ടാ കുറേ കാശ് ഉണ്ടാക്കണ്ടല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു ആ കാശ് ഉണ്ടാക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അല്ല, ഒരാളൊന്നും വിചാരിച്ചാൽ നാട് നന്നാവുമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഒരാൾ വിചാരിച്ചാൽ നന്നാവില്ല, പക്ഷെ ഒരാൾ വിചാരിക്കുന്ന പോലെ ബാക്കി എല്ലാവരും വിചാരിച്ചാൽ ചിലപ്പോൾ നാട് നന്നാവും. അന്ന് തന്നെ അപ്പോൾ ഭയങ്കര പ്രശ്നം കേട്ടോ, അവൻ്റെ ഈഗോനെ കിട്ടിയതല്ലോ. അത് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കും എന്നുള്ള രീതിയിൽ. അതെ, എന്നിട്ട് ഞാൻ പോയി. അപ്പം തന്നെ നമുക്ക് കാണാം, ഇനി വണ്ടി ഇതിലൊക്കെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചാടേ. ഞാനപ്പോൾ തന്നെ സുഹൃത്തായിരുന്നു കളക്ടറിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇനി എല്ലാവരെയും ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് തന്നെ ഓർഡർ ഇട്ടു. ഇന്ന് വൈകുന്നേരം, അതായത് പിറ്റേ ദിവസത്തെ രാവിലത്തെ പത്രത്തിൽ വന്നു, ഇനി മുതൽ മിഠായി വിതരണം ഏതെങ്കിലും ടോളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അന്നോട്ട് അത് അവിടെ ഇല്ലല്ലോ, മിഠായി പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ അല്ല, ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലൂടെയും ഒരു ലൈക്ക് അടിച്ചും കമൻറ്റ് ചെയ്തും മാത്രമൊന്നും അല്ല പ്രതികരിക്കേണ്ടത്. നമ്മളൊക്കെ ഇത് എന്താ പറയുക, ജനാധിപത്യം ഉള്ള ഇതിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും അവർ തരുമ്പോഴത്തേക്കും അത് മേടിച്ചുകൊണ്ട് പോകുന്നത് അത് നമ്മുടെ മാത്രം കുഴപ്പമാണ്, നമ്മളാണ് അവരെ ചീത്താക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരിക്കലും ഒന്ന് പ്രതികരിച്ചു നോക്കിയോ. ഈ തവണ ഈ ടോള് ഞാൻ കയറി ഉടക്കിയത് തന്നെയാണ്. കാരണം കംപ്ലീറ്റ് കുഴിയും ബഹളവും കാര്യങ്ങളും അന്യായമായിട്ട് കാശ് മേടിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഇതുപോലെ തന്നെ ഇവിടെ ടോളിൻ്റെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക ഒരുപാട് പാലങ്ങളുണ്ട്, ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുക. ആരും പ്രതികരിക്കാനില്ല. പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ പിഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രക്തത്തിൽ കുറച്ച് രാഷ്ട്രീയക്കാരനുണ്ട്. രാഷ്ട്രീയമല്ല, അത് എനിക്ക് മനസ്സിലാവില്ല. ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ പൊതുജന സേവകനാണ്. അല്ല, എനിക്ക് മനസ്സിലായി ഒരു നല്ല കാര്യം. രാഷ്ട്രീയക്കാരൻ ചീത്തയാളാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്നു. ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, നമ്മളെല്ലാവരുമാണ്. കാരണം നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കേരളത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ കൊച്ചിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചു പോകുന്നത്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ രാഷ്ട്ര സേവകനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയക്കാരനാണ്. വേറൊരാളെ സ്നേഹിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയക്കാരനാണ്. കറക്റ്റാണ്. ഇദ്ദേഹത്തിന്റെ താമസിയാതെ മുൻ മന്ത്രി ജയസൂര്യ അന്തരിച്ചു എന്നൊക്കെ വരും. ഇയാൾ ഇങ്ങനെ എന്നെ തല്ലിക്കൊന്നിട്ട് അങ്ങനെയൊക്കെ പത്രത്തിൽ നമ്മൾ വായിക്കും. സിനിമാ നടൻ എന്നുള്ള പേരൊക്കെ അങ്ങ് മാറും. ഒരിക്കലുമില്ല, കളി മാറും. ഒരിക്കലുമില്ല. ചിലപ്പോ പ്രധാനമന്ത്രി ആവില്ലേ? ഒന്നുമില്ല, എനിക്ക് അറിയാവുന്ന ജോലി ഞാൻ ബോംബെ വീട്ടിൽ ചായ വിറ്റുകൊണ്ടിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായില്ലേ? അത് അദ്ദേഹത്തിന് ആഗ്രഹം. അതാ ഞാൻ അന്നും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹം സിനിമാ താരമാണെന്നുള്ളതാണ്. ആയി. കാരണം ക്ലാസ് റൂമിൽ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട് നിനക്ക് ആരാകണം? ഇപ്പോഴത്തെ ഡോക്ടറെ, മറ്റാരാ, എഞ്ചിനീയർ, മറ്റേതാരാണ്? എനിക്ക് ടീച്ചർ. എൻ്റെ അടുത്ത് ചോദിച്ചു സിനിമാ നടൻ. അപ്പോൾ അന്നും മുതൽ ഞാൻ എന്നും എന്താ പറയുക, എപ്പോൾ ചോദിച്ചാലും ഞാൻ പറയുന്ന ഒന്ന് മാത്രമാണ്, എന്താവണം എന്ന ആഗ്രഹം എന്ന് ചോദിച്ച് ഞാൻ അപ്പോൾ പറയും സിനിമാ താരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ എന്താ പറയുക ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റും. നമ്മുടെയൊക്കെ പ്രശ്നം അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മളത് ഉപേക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വേറൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ മാറ്റരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹവും നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ എത്താൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാസംഗികനാണ്, നല്ലൊരു പ്രാസംഗികനും. ആളുകൾ ശ്രദ്ധിക്കുന്ന കീൻ അറ്റൻഷൻ ആണ് അവരാ കുട്ടികള്. നിന്നിൽ കാണുന്നത് ഒരു രാഷ്ട്ര സേവകനെയാണ്. എന്നെ ഇങ്ങനെ നീ പ്രസംഗിച്ചാൽ നിന്റെ അവസരം പോകും. എന്താണ് അബിയുടെ ഉദ്ദേശം? ഇല്ല, ഞാനുള്ള കാര്യം ഔട്ടാക്കിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. അല്ല, നിങ്ങളെ പൃഥ്വിരാജ് വിട്ടല്ലേ? നീ കണ്ടുപിടിച്ചോ?
ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഇത്തരം സാമൂഹ്യമായ ഇടപെടലുകൾ കലാകാരന് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ജയസൂര്യ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയും പാകിസ്ഥാനും കൂടി കളിക്കുമ്പോൾ ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കും. ജയസൂര്യ കേരളക്കാരനാണ്, കേരളവും തമിഴ്നാടും കൂടി കളിക്കുമ്പോൾ അതും ഇന്ത്യയാണ്, തമിഴ്നാടും കേരളവും ഇന്ത്യയാണ്, പക്ഷെ നമ്മൾ കേരളയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും. ജയസൂര്യയുടെ പടവും ദിലീപിന്റെ പടവും റിലീസ് ചെയ്താൽ ദിലീപിന്റെ പടം ജയസൂര്യയുടെ പടം വിജയിക്കാൻ തീർച്ചയായിട്ടും നമ്മളിലേക്കാണ്. അങ്ങനെയല്ല, നല്ലൊരു രാഷ്ട്രീയക്കാരൻ ദിലീപിന്റെ പടം വിജയിക്കട്ടെ എന്ന് കരുതണം. കാരണം രാഷ്ട്രീയക്കാരൻ സിനിമയിലല്ലോ, അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ അവിടെ വന്നപ്പോ രാഷ്ട്രീയക്കാരൻ വിട്ടു. എല്ലാം അങ്ങനെ ഒതുങ്ങുന്നു എന്നാ ഞാൻ പറഞ്ഞത്. നമ്മളുടെയാണ്, നമ്മളുടെ രാജ്യം, നമ്മളുടെ സംസ്ഥാനം, നമ്മുടെ വീട്, എല്ലാം നമ്മളിലേക്കാണ്. അപ്പൊ അതങ്ങനെയാണ് മനുഷ്യർ. അപ്പൊ ഈ നന്മയുടെ എല്ലാവരിലും ഉണ്ട് സ്വാർത്ഥത ഇല്ലായ്മ. സ്വാർത്ഥത ആർക്ക്? അബിക്കാക്ക് സ്വാർത്ഥതയില്ലാന്ന്. സ്വാർത്ഥത എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അർത്ഥം. അതെ, ഇക്കനെ സ്നേഹിച്ചു തുടങ്ങും ഇനിയെങ്കിലും. പക്ഷേ സ്വാർത്ഥതയ്ക്ക് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള നമ്മളുടെ ഒരു എത്ര നേരിട്ട് ഹേർട്ട് ചെയ്യണമെന്ന് അറിയുക. അത് ശരിയാണ്. എന്നിട്ടും സ്വാർത്ഥതയില്ല. ഇന്നത്തെ ആളുകൾക്ക് കൂടുതൽ സ്വാർത്ഥത ഉള്ളവരാ, അതുകൊണ്ടാണ് എല്ലാവരും ഈ സെൽഫി എടുക്കണത്. അത് സ്വന്തം എടുക്കുകയാണ്. അല്ല, അത് മനുഷ്യ സഹജമാണ്. നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ കൂടി പോയാൽ, അതെ, പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും അവിടെ നിന്നിട്ടൊന്ന് മനുഷ്യന്റെ ഒരു നേച്ചറാണ്. ടി വിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു സംഭവം ഓർമ്മയുണ്ടാ? വിട്ടുപോയത് എന്ത് പറയണം, ഉത്തരം ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയണത്. അതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ആ നാവിന്റെ വില ഞാൻ എന്നും ആലോചിക്കും. സിദ്ദീഖ പറഞ്ഞ ആ വാക്ക്, അതായത് അന്നത്തെ ഇഷ്യൂ ഉണ്ടല്ലോ, ഫെഫ്ക ഉണ്ടാകുന്നതിന് മുൻപുള്ള മാക്ട ഇഷ്യൂല് ഞാൻ ചാനലിൽ എന്നെ ഫോണിൽ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനാണ് അതിൻ്റെ കേന്ദ്രബിന്ദു. ഞാനും മറ്റു സംവിധായകനുമായിട്ടാണല്ലോ ക്ലാഷ്. അപ്പോൾ അവിടെ ആ ചാനലിൽ തന്നെ ഫോണിൽ വിളിച്ചു, എന്താണ് ഇഷ്യൂ? അപ്പോൾ ഇങ്ങനെ ഈ മാക്ട എന്ന് പറയുന്ന, അന്ന് മാക്ട എന്ന് പറയുന്ന സംഘടനയിൽ അടിയും ചീത്തപറച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ സഹവർത്തിത്വമായിരുന്നു. ഈ പ്രത്യേകമായ ഈ ഒരു നേതാവ് വന്നതിന് ശേഷമാണ് ഈ ഇത് തുടങ്ങിയത്, അടി തുടങ്ങിയത് എന്ന് പറഞ്ഞു. ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അടി തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹം വേറൊരു ലൈനിലുണ്ട് അപ്പുറത്ത് ഫോണിൽ, അതെനിക്കറിയില്ല. വേഗം ഇങ്ങനോട് ഈ ഫോൺ ഇൻ പ്രോഗ്രാം നടത്തുന്ന, അല്ലെങ്കിൽ ആ ന്യൂസ് പ്രോഗ്രാം നടത്തുന്ന ന്യൂസ് റീഡർ പറയുന്നു, ഇങ്ങനെയാണ് ചലച്ചിത്ര സംവിധായകൻ പറയുന്നത്, മാക്ടയിൽ ഇതിന് മുൻപ് അടി ഉണ്ടായിട്ടില്ല, നിങ്ങൾ വന്നതിന് ശേഷമാണ് അടിയുടെ കാലം തുടങ്ങുന്നത് എന്ന് പറയുന്നത്. എന്ത് പറയുന്നു നിങ്ങൾ? അപ്പോൾ ഞാനൊന്ന് ഞെട്ടിയാൽ അപ്പുറത്തുണ്ട്. അയാൾ പറയുന്നത് അതിന് മുൻപ് അടിച്ചിട്ടുണ്ട്, എന്നെ നമ്മുടെ സംവിധായകൻ രഞ്ജി പണിക്കർ അടിച്ചിട്ടുണ്ട്, അതിന് മുമ്പ് അടിയുണ്ടായിട്ടുണ്ട്, അത് തെറ്റാണ്. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് ഈ ചാനൽ അവതാരകൻ ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് അതിന് മുൻപ് അടിയുണ്ടായിട്ടുള്ളതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ആളുകൾ മുഴുവൻ ഈ ചാനലിൽ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എന്തു പറയും എന്നുള്ളതാണ്. കാരണം എൻ്റെ പ്രസ്താവനയ്ക്ക് നേരെ എതിരാണ് അപ്പുറത്തുനിന്ന് വന്നത്. അടി അതിന് മുൻപുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു നിമിഷത്തിലെ സൈലൻസിന് ശേഷം ഞാൻ പറഞ്ഞു, അതിലും ഒരാൾ ഇയാളാണ് എന്ന് പറഞ്ഞു. അടി ഉണ്ടായത് ഇയാളുമായിട്ടാണ്. തന്നെയാണ്. ഞെരുക്ക് മുമ്പ് അടി ഉണ്ടായിട്ടില്ല, ഞാൻ അടിച്ചില്ല, മറ്റുള്ളവരെ അടിക്കും. ഈ വ്യക്തി ഇല്ലാതെ ഒരു അടി അവിടെ നടന്നിട്ടില്ല. അല്ലെ, ഞങ്ങളുടെ ലൊക്കേഷനിലൊക്കെ ഇപ്പോഴും കുറെ നല്ല തമാശകൾ സിദ്ദിഖയും ലാലേട്ടനും ഒക്കെ പറഞ്ഞ കുറെ തമാശകളാണ് നമ്മൾ പറയുന്നത്. ഭയങ്കര, എനിക്ക് തോന്നുന്നു ലാലേട്ടനാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും സ്പോട്ടിൽ കൗണ്ടർ പറയുന്ന മനുഷ്യൻ. അയ്യോ, ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് പയ്യൻസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുക, വലിയ കായലിൻ്റെ നടുക്ക് ലാലേട്ടൻ, സിദ്ദിഖ് ലാലേ അങ്ങനെ നമ്മളെപ്പോഴും പറയണേ ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ എൻ്റെ അച്ഛനായിട്ടാണ് മൂപ്പര് അഭിനയിക്കണം. അപ്പോൾ മൂപ്പരിങ്ങനെ ഇരിക്കണം, ഞാനിരിക്കുന്നു, ഒരു ചെറിയ വള്ളമാണ്, ഓക്കെ, വലിയ കായലാണേ. അപ്പോൾ ഈ വള്ളക്കാരൻ അതിൻ്റെ താഴെ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും പുള്ളിക്ക് കോരിക്കളയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാമറ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വള്ളക്കാരൻ അകത്തിരുന്നിട്ട്, സാറേ എൻ്റെ ഷോട്ട് റെഡിയായ? അപ്പോൾ ലാലേട്ടൻ പറഞ്ഞില്ലല്ലോ ഷോട്ട് റെഡി ആവണേ ഉള്ളൂ. അതെന്ന് പറയും, സാറേ വെള്ളം കയറിയേ അതാണ് എന്നും പറഞ്ഞിട്ട് പുള്ളി, ഞാൻ ഈ അറ്റത്തിരിക്കണു, ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്നു, സെൻറ്ററിൽ നിന്ന് ഇയാൾ ഈ വള്ളത്തിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ കോരിക്കളഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ ലാലേട്ടൻ, എന്തിനാ ഇങ്ങനെ കോരിക്കളയണത്, ഒരു ഓട്ടയിട്ട് കൊടുത്താൽ പോരെയെന്ന്. ഞാൻ ചിരിച്ചിട്ട് ഇതൊക്കെ എങ്ങനെ സ്പോട്ടിൽ ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് ആലോചിച്ചു. ഇതുപോലെ തന്നെ ഇപ്പോൾ അമൽ നീരദിൻ്റെ പടത്തിൻ്റെ ലൊക്കേഷനിൽ ഇത് തന്നെ ചിരിക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചിരി എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ, ഞാൻ ഒരു കാര്യം പറയാം, അതായത് ക്യാൻസറിനെ ചിരി കൊണ്ട്
കീഴ്പ്പെടുത്തിയ ചിരി കൊണ്ട് കീഴ്പ്പെടുത്തിയ ഒരേ ഒരു ലോകത്ത് ഒരാൾ ഇന്നസെൻ്റ് ഏട്ടനായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കേട്ടോ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ തളർന്നു പോകും. നമ്മളെല്ലാവരും ലൈഫിൽ എല്ലാവരും വീഴും, പക്ഷേ എപ്പോൾ എണീക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഒരുത്തം വളരുക. ചിലപ്പോൾ ചിലവർ 3 മിനിറ്റ് കൊണ്ട് എണീക്കും, ചിലവർ 3 വർഷം, ചിലവർ എണീക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ ഒരുപാട് വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എണീക്കണം കേട്ടോ. അതിലാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനേക്കാളെല്ലാം ഉപരി ഞാൻ പറഞ്ഞു വന്നത് ഈ ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ തന്നെ ഈ ചിരിച്ച മുഖമുള്ള ആളുകളെ നമ്മൾ പെട്ടെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എന്ന് തന്നെ പറയും. അപ്പോൾ ചിരിക്ക് ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് എന്നും ചിരിച്ച മുഖത്തോടു കൂടി പോവുക. ചിലവർ നമ്മുടെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും വെളിച്ചം വരും, ചിലവർ പോയി കഴിയുമ്പോഴായിരിക്കും വെളിച്ചം വരിക അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്നും നമ്മൾ ചെല്ലുന്ന സ്ഥലം വെളിച്ചമാവട്ടെ. ഞാൻ വരുന്ന പോലെ. അതെ അതെ, അല്ല സത്യമാണ്. അല്ല ഇക്ക വരുമ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല, നമ്മൾ ടോർച്ച് അടിക്കണം. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. പോസിറ്റീവ് പറയും. ഇപ്പം നമ്മൾ ഹ്യൂമർ എന്ന് പറയുന്നതിൻ്റെ ഹ്യൂമറിന് 2 തലങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് തമാശ പറയാം, പിന്നെ ആരെപ്പറ്റിയാണോ നമ്മൾ തമാശ പറയുന്നത് അയാൾ പോലും ആസ്വദിക്കുന്ന തമാശ പറയുന്നതുണ്ട്. അതിലാണ് ബ്രില്യൻസ് വേണം. ഏതൊരു വിഡ്ഢിത്തരം നമ്മൾ സിനിമയിലാണെങ്കിലും ജീവിതത്തിൽ തമാശ പറയുകയാണെങ്കിലും ആ വിഡ്ഢിത്തം ഉണ്ടാക്കാൻ വേണ്ടി നല്ല ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാൻ. ഞങ്ങൾ ഈ ഇൻഹെറിയറിനുള്ള മറ്റേ സംഭവം എങ്ങനെയൊക്കെ അത് ആരുടെ കൗണ്ടറാണ്? അതായത് പറയില്ലേ മറ്റേ ജഗദീഷ് ചേട്ടനൊക്കെ പറയില്ലേ എന്ന് മുകേഷ് ചേട്ടൻ ആരൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നീ അത് പറഞ്ഞു കൊടുത്തോ? അതൊക്കെ സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണല്ലേ. ഇതാണ് ഞാൻ നിനക്കൊന്നും പറഞ്ഞുതരാം. ഇതൊക്കെ എന്തൊരു അങ്ങനത്തെ പുതിയ തമാശകളൊക്കെ നിങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം പറയുന്ന, ഇപ്പൊ ഞാനും ലാലും ഞങ്ങളുടെ ഒരു പുല്ലപ്പടിയിലൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട ചിരിച്ച് ആരും ചിരിക്കില്ല. എല്ലാവരും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ തമാശ പറഞ്ഞു പോകുന്നവരാണ്. അതൊരു ഒരു അങ്ങനെയുള്ളവർ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും അങ്ങനെയാണ് ഞങ്ങൾ മിമിക്രി തുടങ്ങുന്നതും കലാഭവനിൽ വരുന്നതും കലാഭവനിൽ മിമിക്സ് പരേഡ് തുടങ്ങുന്നതും. ഇന്നിപ്പോൾ ഈ മിമിക്രി എന്ന കലാരൂപത്തിന് ഇത്രയും എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലും മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള മിമിക്രി കലാകാരൻ അല്ല ഇല്ലേക്കാ. പക്ഷെ അതിനൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പോലത്തെ പ്രോഗ്രാം വരുമ്പോൾ അതിന് പറ്റുന്ന എന്താ പറയുക സിദ്ദിഖിനെ പോലെ ഒരാളെ തന്നെ നമുക്ക് കിട്ടുകയും സിദ്ദിഖ് വരാൻ കാണിച്ച മനസ്സാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. കാരണം അതായത് മലയാളത്തിൽ എന്താ പറയുക ഹിറ്റുകളുടെ നിരയുള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ ഹിന്ദി ബോഡി ഗാർഡ് പോലത്തെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പ്രോഗ്രാം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇദ്ദേഹം വന്നപ്പോഴാണ് ഈ ചെറിയ പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാം ആയത്. അതുകൊണ്ട് സിദ്ദിഖാണ് എല്ലാ നന്ദിയും ഞങ്ങൾക്ക് പറയാനുള്ളത്. ജയസൂര്യ, നമ്മൾ മിമിക്രിക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിക്കാരാണ്, നമ്മൾ മിമിക്രിക്കാരിൽ കേമന്മാരെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. നമ്മുടെ ഷാർങ്ധരൻ വന്നു അല്ലേ, കണ്ണൂർക്കാരനാണ്. ഇപ്പോൾ വേറെ 2 മലബാറിൽ നിന്നുള്ള 2 കലാകാരന്മാരുണ്ട്. അവർ ഒന്ന് അഷ്റഫ് ഫനാനിയും അനിൽ ബേബിയും. അവരെ നമുക്കൊന്ന് വിടും. അഷ്റഫ് അനിൽ ബേബി താടിയൊക്കെ വെച്ച് ബേബിനെ കണ്ണാടിയൊക്കെ. ഇപ്പോൾ നമ്മുടെ ഈ മായില അംഗങ്ങളാണ്. ഇവരിവിടെ വന്ന് ഒരുപാട് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകതയുള്ള ഐറ്റമാണ് ഈ ദഫ്മുട്ട് അല്ലേ. അത് മലബാറിൻ്റെതായിട്ടുള്ള ഒരു കലാരൂപമാണ്. അത് ഒരു ശബ്ദത്തിലൂടെ ആദ്യം ദഫിന്റെ ശബ്ദമാണ്. ഇനി പാട്ട് إن بيتا عند ساكنه ليس محتاجا إلى السرب إن പ്രൈപ്രന്ത പ്രാപ്തിന ലൈസ പുതു പ്രാപ്തി പ്രപ്രുപ്തി അമ്പി പ്രാപ്തിൽ പ്രാജ പ്രൈപ്രിത പ്ര ആല പ്രൈപ്രളു പ്രൈന്ദ പിരുപുദ പ്രേ Puda prapra proli yoda pira prapra mutte prebi prapra proli yoda pira prapra inna prei pranda prapina laisa pudu prapli prapru prip. Thank you. അനിലും അഷ്റഫും കൂടി എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ മലബാർ ഏരിയയിൽ നമ്മൾ അതായിട്ടുള്ളൊരു സ്കിറ്റ് ഉണ്ട്, ചാന്ത് പൊട്ടിൻ്റെ. അതായത് അവിടുത്തെ ഞങ്ങളവിടെ കോഴിക്കോട് ഭാഷയിൽ അമ്മായി എന്നാ പറയാം. അത് റെഡിയായി നമുക്കൊന്ന് കാണാം. കോസ്റ്റ്യൂമുകളൊക്കെയാണ് വരില്ലേ, അതോടുകൂടി വന്നൊന്ന് കാണാം. ഓക്കെ, താങ്ക് യു. കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിട്ടം കൂടാരോ മുന്നേ കൂടാറില്ലല്ലോ. ഇന്ന് എത്ര നേരം ഇവനെ കാത്തു നിൽക്കണത്. കാത്തുനിന്ന് വലഞ്ഞ്
ഇവരെവിടെ പോയി കിടക്കാ പണ്ടാർക്കാലേ? ഓ വരുന്നുണ്ട് ബ്ലേഡ് വെള്ളത്തിലിട്ട മാതിരി. നീ എന്താക്കിയവനെ? അച്ഛോ കുഞ്ഞിട്ട് മറന്നുപോയി. നിന്നെ തേടി വന്നതാണോ? പിന്നെ? വരുന്ന വഴിക്കൊരു കല്യാണം ആ. വിളിച്ചില്ല. പോണ്ടേ നമ്മുടെ മര്യാദ അല്ലേ? ചെന്നപ്പോ പിള്ളേർക്കൊന്നും ഒരു മൈൻഡില്ല. പെൺപിള്ളേർക്ക് ആൺകുട്ടികളെ കിടന്ന് ഇളകി മറിയേ സുന്ദരേട്ടൻ വന്നിരിക്കണു എന്ന് പറഞ്ഞു. ചെന്ന പാട് പണി കിട്ടി ജോലി. എന്താ? 10 പെണ്ണുങ്ങളുടെ തലയിൽ മുല്ലപ്പ് വെച്ച് കൊടുക്കാൻ. എന്ത് രസാടോ. സമ്മാനം കിട്ടി. എന്താ? ഒരു പെട്ടി സൂട്ടക്സ്, ഒരു പെട്ടി ലിഫ്റ്റ്, ചുണ്ടുമ തേക്കണ സാധനം. പിന്നെ ചെക്കന്മാര് പിന്നാലെ നടന്ന് ഫോട്ടോ എടുക്ക് വാട്സാപ്പിൽ ഇടാനാന്ന് പറഞ്ഞിട്ട് വെറുതെ കുടുങ്ങാൻ നിക്കണ്ടോ. പനിയാ ലൈക്കും ലൂയിക്കും എന്തൊക്കെയോ ഉണ്ട്. ഞാൻ അതിക്കൊന്നും പോയില്ല. അല്ലടോ ഈ വലിയ കൊളൂസ് അടിച്ചല്ലോ. എന്താ? ഇത് പഠിപ്പിച്ച കുട്ടിക്കാണ് ഭരതനാട്യത്തിൽ ബസ്റ്റ് എന്നിട്ട് ഇപ്പൊ എന്തായി? കിട്ടിയില്ല. കിട്ടാത്തതിന്റെ കാരണം എന്താ കാരണം? ഒന്നിന്റെ പെർഫോമൻസിന്റെ കുറവ്. രണ്ടാമത്തെ കാരണം എന്താ? രണ്ടാമത്തെ കാര്യം അയ്യോ സ്റ്റേജിൽ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് സ്റ്റേജിന്റെ ബാക്കിൽ എന്താ സ്ഥിതി? അയ്യോ അപ്പുട്ടമാഷും സരസ്വതി ടീച്ചറും കൂടി സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് കുസു 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 കുസൂന്ന് എത്ര നേരാണോ പറഞ്ഞാ തീരാത്ത വർത്താനം ഉണ്ടാവില്ല. അത് മാത്രല്ല അവസാനം സരസ്വതി ടീച്ചർ തലേന്ന് അപ്പുട്ടമാഷ് പേനെടുത്ത് പൊട്ടിച്ച് കൊടുക്കണേ. ഇതൊക്കെ എന്തോ ഒരു കാര്യാവില്ലേ? അത് ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് പോകുമ്പോഴുള്ള സൗണ്ട് പേൻ പൊട്ടുക. നമുക്ക് എന്തോ ഒരു കാര്യാവില്ലേ? പിന്നെ എന്തായാലോ എനിക്ക് വയ്യ. എന്റെ കുട്ടിക്ക് വേറെ കമലാരമണ്ഡലത്തിൽ ഇരിക്കാൻ പറഞ്ഞിരിക്കൂല. എന്താ അരക്ക് സുഖല്ലേ? എന്റെ കുട്ടികളെ കാര്യം പറയാണ്ടിരിക്കാനല്ലേ. എന്താ? കാമണ്ഡലത്തിലേക്ക് കാലെടുത്ത് വെക്കില്ല സത്യകള്. കാലിന് സുഖമില്ലാണ്ടിരിക്കില്ലേ? ആയിരിക്കും. അല്ലടോ ഈ വലിയ പുതിയ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. എന്താ കോയിന്റെ? പഞ്ചായത്തിന് കോയിനെ കിട്ടിനടോ. അതാണ്. നീ പോയിനോ? പഞ്ചായത്തിന് എനിക്കും കിട്ടി കോയിന്. എത്ര? 10 കോയിനെ കിട്ടി. ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഒരു കോഴി ഒരു ദിവസം 5 മുട്ട ഇടും. ഒരു കോഴിയോ? എന്താ 5 മുട്ട ഇട്ടാല്? എന്റെ കോഴിക്ക് എന്താ വയറ്റ് നോക്കണ്ട? 5 എണ്ണൊക്കെ ഒന്നായിട്ട് വിടല്. 5 മുട്ട ഒരു ദിവസം ഇടും. എന്റെ കോഴിയോ? എന്റെ കോഴി ഇപ്പൊ ഒറ്റ ഒന്നും ഇടൂല. എന്താ? 10 കോഴി ഉണ്ടായിനി. ഒറ്റ ഒന്നും ഇടൂല. എന്താ? കോഴി പോയുടെ കോഴിനെയൊക്കെ കുറുക്കൻ കൊണ്ടുപോയി. അനക്ക് അങ്ങനെ തന്നെ വേണം. അയ്യോ എങ്ങനെയാ കുറുക്കൻ കൊണ്ടുപോയി നിനക്ക് മനസ്സിലായി? അങ്ങനെ കുറുക്കൻ കൊണ്ടുപോയി. അയ്യോ ഇത് പണ്ടാറാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയോ തയ്യുന്നത്. നല്ല എന്റെ കോഴിക്കോടാണെങ്കിൽ എമ്മാരത്തെ കോഴിക്കോട് ജയിലുമാരത്തെ കോഴിക്കോടാ. കള്ളം ചവിട്ടിയാലൊന്നും നരി ചവിട്ടിയാ പൊളിയില്ല. ഉള്ളിന്നാണ് പൊട്ടല്. സാധാരണ കോഴി ഉള്ളിന്ന് പൊട്ടിയിട്ട് കട്ടുമ്പോ കിടന്ന് ഉറങ്ങലാക്കിട്ട് പോയിക്കവനെ അവിടുന്ന്. അല്ല എങ്ങനെ കൊണ്ടുപോയത്? ഒരു ദിവസം ഞാനിങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നോക്കി കള്ളനെ പിടിക്കണല്ലോ. അങ്ങനെ മൈലാഞ്ചി ഇട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരുത്തണ്ട് ഇങ്ങനെ വരുന്നു. ആരാ ഇറക്കുമ്പോളെ കള്ളസുര് കോയിനെ പിടിക്കാനാ? കോഴി എങ്ങനെയാ കോഴിനെ പിടിക്കാൻ വരുന്നറിയാം? കക്ഷത്തുണ്ട് ഒരു പൂവൻകോഴി. ആ പൂവൻകോഴിനെ വെച്ചോ അങ്ങനെ നടന്ന് വന്ന് എന്റെ കോഴിക്കുള്ള കൂട്ടിന്റെ അവിടെ വെച്ചിട്ടോ ഇങ്ങനെ കളിപ്പിക്കും. പൂവൻകോഴിനെ? എന്റെ പെടക്കോഴികളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മാഞ്ഞാലിച്ചി കോഴികള് ലോകത്തുണ്ടാവൂല. ഈ പൂവൻകോഴിനെ കണ്ടേ വഴിക്ക് പറഞ്ഞ അങ്ങോട്ട് ചെല്ലുപ്പില്ലാത്ത കോഴികള്. ഓരോ ദിവസം ഓരോന്ന് അങ്ങോട്ട് പോയി 10 തീർക്കും. പിന്നെ കുറുക്കാൻ ഓരോന്നില്ല കുറ്റം പറയുന്നത് കോഴിനെ പറഞ്ഞാ പോരെ? കോഴികളെ കുഴപ്പം അന്ന് പഠിപ്പിക്കണേ കൊണ്ടാണ്ടത്. കോഴിനെ പഠിപ്പിക്കുമ്പോ മര്യാദക്ക് പഠിപ്പിക്കണം. അതൊക്കെ പോട്ടെ. മുമ്പൊക്കെ എന്താ പറയുക ഒരുത്തണ്ട് വഴിയാലെ നടക്കണ്ടേ 4 ദിവസമായിട്ട്. 5 വയ്യാലെ നടന്ന എന്തൊരു സൈരക്കട അതോ വരുന്നേ നോക്ക്. പ്രാവിൽ അന്മ കുടുങ്ങിയ ഒരു സാധനം. എന്താണ് എന്താണ് പേര്? എന്റെ പേരെന്താ? രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ പേര് അയ്യോ അടുപ്പിച്ചിരുന്ന വിറകുമായിരുന്നല്ലോ എന്നെ കണ്ടിട്ട്. ഇങ്ങോട്ട് വാ. ഒരു സമാധാനം. ഇവിടെ നിക്കണ്ട. വേണ്ട. നമ്മള് സാധാരണ എങ്ങനെയാ പോവല്? കുമ്മി അടിച്ചിട്ട്. എവിടേക്കാ പോണ്ടത്? നമുക്കിപ്പോ ഇവിടെ പോവാ. പോർട്ട് വെച്ചേക്ക്. എന്നാ സാധാരണ വരി പോണ്ട. കുമ്മി അടിച്ചു പോവാ. ഞാൻ പാടിത്തരാ. ഞാൻ കളിക്കാം. 1 2 3 4 കിളി കെട്ടി ആടി ആടി വാ വാ താമര കണ്ണാ പീച്ച കെട്ടാൻ വാ വാ. டேய் சொக்கலிங்கா இங்க வாடா. என்ன இது எல்லாம் ஒரு துக்கமா இருக்க? என்னாச்சே? ஐயா
நம்ம ஊரு விட்டு வந்துட்டு எவ்வளவு நாளாச்சு. அதுக்கு மனசுல ஒரு சந்தோஷம் இல்லையா? என்னடா இது நீ இப்படி இது என்ன இது നമ്മൾ ഊരിൽ നിന്ന് ഊരി വിട്ട് അവിടെ നാട് ഓടിച്ച് വിട്ടിരിക്കില്ല. ഇനി 10 പേർക്ക് ശേഷം നമ്മൾ അങ്ങ് ചെല്ലും. ஆமா. அதுக்கு என்ன கவலைப்படணும்? சந்தோஷம் துக்கிச்சிருக்கா அப்பள சந்தோஷிக்கணும். சந்தோஷம் வரணும். சந்தோஷம் வரல. என்னடா முறியாண்டே டேய் முறா ஒரு பாட்டுடா ஆகல இங்க வாடா இங்க வாடா பைத்தியக்காரனாயே என் பொண்டாட்டி மேல முட்டுறது எதுக்குடா சந்தோஷம் வந்ததுண்டா சந்தோஷம் வந்தாலே இங்க நெஞ்சத்து தான் சந்தோஷம் வரணும் இந்த இடத்துல அல்ல கொன்னுடுடா கொன்னுடுடா எக்கடா பைத்தியக்காரா கொன்னுடுவாடா விடுங்கடா 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 ஏய் இங்க பைத்தியக்காரனாயே என் பொண்டாட்டி எப்படிங்களா மாதிரி பிரச்சனை உண்டா பாரு போடி ഞാൻ വന്ന് അർസസ്വാദി അപ്പപ്പാ അത് പെരിയ വ്യാധി. അർസസാ അർസസ്വാദി അർസസല്ലേ അർസൽവാദിങ്ക അങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ? ഞാൻ രാഷ്ട്രീയക്കാരനാ, പൊതുപ്രവർത്തകനാ. ഇവിടെ എന്താ ബഹളം എന്താ? അത് വന്ന് സാർ എൻ പേര് ലിംഗസ്വാമി. അപ്പൊ ഇവന്റെ പേര് ചൊക്കലിംഗം എന്നായിരിക്കുമല്ലോ. ഇവനെ കണ്ടാലേ അറിയാം ചൊക്കലിംഗം സാറേ இருக்கிறது என் பொண்டாட்டி. இதோ இந்த பொண்டாட்டியே டான்ஸ் കളിக்கும் போது இப்படியா வந்து முட்டி இருக்கா இந்த நாய். എന്ത് കഷ്ടമാ അങ്ങനെ മുട്ടാ മോടാവേ. சார் நான் அந்த மாதிரி முட்டை இல்ல சார் இங்க முட்டிட்டேன் என்ன சார் ഞാൻ ദേ சொல்லலாம். അവള് പറയും இந்த மாதிரி அல்ல முட்டியே. പിന്നെ இந்த பையில எந்த அடுத்து வந்துட்டு அப்படிയൊന്നും அல்ல. പിന്നെ இந்த ஆளு வந்துட்டு என்கிட்ட இப்படிதான் அல்ல சார் சார் இப்படி சார் முட்டியே இப்படி முட்டி എനിക്കെല്ലാം മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. അതായത് അവളെന്തിയെ മറ്റവളെന്തിയെ നീ വാ ഇവിടെ നീ വന്നേ പറഞ്ഞുതരാ. നീ ഇങ്ങോട്ട് വന്നേ. അതായത് നീ ലവം വന്നിട്ട് നിന്നെ ഇങ്ങനെ അല്ലേ? അപ്പോൾ അവൻ പറയുന്നു അങ്ങനെ അപ്പൊ ഇങ്ങനെ മുട്ടിയെന്ന് പറയുന്നു. എന്നാ ശരിക്കും അതല്ല ഇവിടെ സംഭവിച്ചു. അവൻ വന്നിട്ട് എന്നടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കുറെ സമാധാനമുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്. എല്ലാവരും വളരെ സൈലന്റ് ആയിട്ട് ബഹളമൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു ഏരിയ. ഞങ്ങൾ പാവങ്ങളി സാർ. ആയിക്കോട്ടെ, മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ സ്വഭാവം മാറിയിട്ടുണ്ടല്ലോ. നിന്നെയൊക്കെ അടിച്ച് ഞാൻ ഓടിച്ചിട്ട് ഏരിയ കേട്ടത്തില്ല. വേണ്ടാന്ന് വെച്ചപ്പോ என்னடா இது நான் மெதுவா பேசலையா என்ன ஒச்சேக்கு இங்க வாங்க பொட்டாட்டி முட்டியாது போட்டு படிக்க வரலையா வேலைக்கா டேய் ஆமை பிடிக்க பாருங்க இல்ல இல்ல நீ நேர்கோலியை பிடிக்காம போலாம். டேய் இங்க வாடி என்னண்ணா இங்க வா சொல்லட்டு என்னடி டான்ஸ் കളിക്കും போது இப்படி ஒரு முட்டு அவனோட்டு அவ ஏன் மேத்து வந்து இப்படி முட்டியே கொன்னுடுவா உதச்சு வேண்டாம். ஏப்பா உச்சக்கு சாப்பாடுக்கு ഇതിൽ വേണമാ കറി ഇറക്കാ വേണോ എലി പിടിക്കട്ടാ ആമ പിടിക്കട്ടാ പൊറിയ പുളകനെ പിടിക്കട്ടാ പുളകനെ എനിക്ക് ரொம்ப പിടിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യ് இந்த இடத்துக்கு ஒரு முத்தம் கொடு. முத்தமா முத்தம் நான் கொடுக்கிறேன். என்னடி ஒரு முத்தம் கட்டப்போ இத்த பாதியை எடுத்துட்டு போயிட்டானே. ஐயா இங்க கூட ஒரு கொடு இதை போட்டு பாப்பா நீ பணிக்கு போட்டு வா போ. காரணம் ஐயோ நீங்க போய் எந்த சாப்பிடுறதுக்கு கொண்டு வாயா. கொண்டு வரா. உனக்கு முத்தம் வேணுமா? தரைய ஏய் முத்தம் வேண்டாம். சாப்பிடுறதுக்கு கொண்டு வா. முத்தம். டேய் காமாட்சி இங்க வந்து இருக்கடி. நீ டவுனுக்கு போயிட்டு என்ன வாங்கிச்ச? காய் எல்லாம் வாங்கிச்சேன்.
പിന്നെ போய் ஒரு கார் உண்டாச்சு என்ன இதுல பஸ்ல ஏறும்போது என் பக்கத்துல ஒரு பையன் இருந்தாச்சு போடி போ பக்கத்துல ஒரு பையன் இருந்தாச்சு அவ என்ன காலு கொண்டு இப்படி 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 எல்லாம் சொரிஞ்சாச்சு. அடி என்னடி എന്നിട്ട് നീ പ്രതികരിച്ചില്ലേവാ? உனக்கு என்ன தெரியாதுல நான் பிரதிகரிக்காது இருக்கோ நான் அவனை இந்த காலு கொண்டு இப்படி 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 எல்லாம் சொரிஞ்சாச்சு. ഇത് പ്രതികരണമല്ലേ? என்ன ഇത് സഹകരണോ? போடி அம்மா எனக்கு அழியா சுட்டு தருவா, பசுக்குதம்மா பசுக்குது. ஐயோ ரேலி இப்பதான் சுட்டு அண்ணாக்களோட அம்மா கேக்குது. என்னம்மா சொல்லுது, எனக்கு பசுக்குதம்மா. என்னம்மா இது? டேடா குழந்தை இப்படி நல்லா பாத்துக்கணும். பாத்துக்க. എന്നടി அந்த ആർട്ടി പന്ത് എടുത്ത് കേട്ടാ കുഞ്ഞിനെ കൊടുത്തു വിട്ടെ, അവനെ സുട്ട് ചിന്നും. இது சுட்டு கொடுக்க அவரு. ஐயோ டே கண்ணம்மா, உனக்கு மிளகு வேணும்னு கேட்டிருக்கா? எடி ரெண்டு முளை எனக்கு தாடி. ரெண்டு மிளகா? நீ எதுக்கு எந்த எடுக்க சோய்க்க, நீ உள்ள இருக்க, நீ போய் எடுத்துக்கோ. நீ തന്നെ எடுத்து தந்தா போதும். எடி நமக்கிடையில அந்த பிரச்சனை ஒன்றும் இல்லை, நீ போய் எடுத்துக்கோ. அது பற்றல, நீ തന്നെ எடுத்துதா. നീ പോയി എടുത്തുക്കോ. നീ എടുത്തിട്ട് എന്നോട് പറയില്ല അത് കണ്ടില്ല ഇത് കണ്ടില്ലാന്ന് ഞാൻ എടുക്ക മാട്ടേൻ. அதுக்கடி அங்கன பேசுற நீ, அதுக்கு என்ன அங்கன பேசுறது? நான் என்ன சொன்னேன்? നീ എന്നോട് പറഞ്ഞില്ല 500 രൂപ നിന്റെ കുടിലിൽ നെട്ടെന്ന് ഞാൻ എടുത്തിട്ടില്ല. അത് നീ എൻ വീട്ടിൽ നിന്ന് 500 രൂപ എടുത്തോണ്ട് പോയിട്ടതാണ് ഞാൻ നീ എന്റെ സാരിയിലടി നീ ഉടുത്തിരിക്കുന്ന അപ്പപ്പ ഞാൻ പുതിയ പുടവ നീ എടുത്തോണ്ട് പോയവളെ. മഴയാടി ഇത്. വേണ്ടമ്മാ വേണ്ടമ്മാ കൊലകാരൻ പയ്യൻ എന്നെ ഇട്ട് കൊടുത്തു. അയ്യോ டேய் கணவன் பாட்டடி உன்னை காட்சி தரடி. ஓ கணவன் வந்து பாட்ரி. நம்ம நாட்டுல ഞാൻ പറയാ സിംഗോ. நீ சிங்க വെട്ടി കൂട്ടിടേ പാടേ. എടുത്തിട്ട് വരട്ടി വെള്ളം. அந்த പൈത്തിക്കാരി അവിടെ പോയി വെള്ളം കൂറി വെക്കും, നീ അതെല്ലാം ചെന്ന് കമത്തി കളയണം. ഞാൻ ഉനക്ക് വൈകിട്ട് പൊളകനെ വറുത്ത് തരാം. പോ ചെല്ലു പോ പോ പോ. அப்பப்பப்பா எனக்கிட்ட வந்து எங்கிட்ட காணிக்கிறா. நான் ஆறுந்து தெரியுமா உனக்கு? എല്ലാരും എവിടെ? എല്ലാരും പുറത്തു പോയി. ആണോ? ആരും ഇല്ലേ? ആരും ഇല്ലേ. ഇതാരാന്നറിയോ? നമ്മ രജനീകാന്ത്. രജനീകാന്ത് അല്ല, പടയപ്പ. சிகரத்தில் ஏறு, சிகரத்தை அடைந்தால் வானத்தில் ஏறு. எம்பேரு படையப்ப, இளவட்ட நடையப்ப, என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்பா. അതെ, പടയപ്പ സിനിമ കണ്ടിട്ടുണ്ടോ? പടയപ്പ 100 തവണ പാത്തിരിക്കേ. 100 പ്രാവശ്യം കണ്ടു. 101ാമത് കാണണോ? കാണിച്ചു തരാം. ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ? ആരും ഇല്ലേ. ഒരു മിനിറ്റ് അണ്ണേ, എനിക്ക് ജില്ല കാണണോ അണ്ണേ, എനിക്ക് ജില്ല കാണണോ. ആദ്യം രജനീകാന്തിന്റെ പടയപ്പ, പിന്നെ എന്റെ താലൂക്ക് കൂടെ കണ്ടിട്ട് നിന്നെ ഞാൻ ജില്ല കാണിക്കാം. ശരി അണ്ണേ. പിടിച്ചോ. ഇതെടുക്കണ്ണേ. ഇത് നമ്മളെ പടയപ്പായി ജില്ല കാണുന്ന ആരും കാണണ്ട. നല്ല ഐഡിയ. അയ്യോ, ഇത് കമ്പനിയിൽ ഇറങ്ങിയിട്ട് വെള്ളം കണ്ടിട്ടില്ലെന്ന് തോന്നി. എന്തൊരു നാറ്റം. കർത്താവേ, ഇത് സാത്താന്റെ വിളയാട്ടമാണെന്ന് തോന്നുന്നു. സാത്താനെ ദൂരെ പോ. സാത്താനെ, ഞാൻ വികാരിയാ പറയുന്നത്. ദൂരെ പോ സാത്താനെ. എന്താ കുഞ്ഞ് ഇതിവിടെ വട്ടം ചുറ്റി നടക്കുന്നത്? എന്റെ അപ്പാവമ്മ കാണുന്നില്ല. എല്ലാം സാത്താന്റെ വിളയാട്ടമാണ്. ഒരു കാര്യം ചെയ്യ് സാത്താനെ, നീ ആട്ടം ഞാനാണ് പറഞ്ഞത്. സാത്താനെ, സാത്താനെ, ദൂരെ പോ സാത്താനെ.
അച്ചോ ബെന്നി എന്തോ ഈ പുതപ്പിന്റെ അടിയിൽ എന്തായിരുന്നു ബെന്നി? പൊതുപ്രവർത്തകന് പുതപ്പെന്നോ കട്ടിലൊന്നോ ഇല്ലല്ലോ അച്ചോ. എവിടെ കേറിച്ചല്ല. പുതപ്പിന്റെ അടിയിലാണോ പൊതുപ്രവർത്തകൻ? ഞാനൊരു താലൂക്ക് സമ്മേളനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. അച്ഛനെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അല്ല ബെന്നി, ഞാൻ രാവിലെ ഒന്നും പറയണ്ട ബെന്നി. ഒന്നും പറയണ്ട. അതല്ല ബെന്നി, പറയണം. പറയണ്ട അച്ചോ. കഴുത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്റെ ഒരു ഷൂ അവിടെ ഇല്ല. അതാ പള്ളിപ്പറമ്പിലെങ്ങാനും കാണും. അച്ഛൻ അവിടെ പോയി നോക്ക്. അവിടെ എല്ലാം നോക്കി പിന്നെ ഇവിടെ ഈ നാടോടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇവരാരെങ്കിലും എന്റെ ഷൂ എടുത്തു എന്ന് ചോദിക്കും പിന്നെ. അച്ഛൻ വിചാരിക്കുന്ന പോലല്ലേ, ഇവര് മോഷണക്കാരല്ല. 6 മാസമായിട്ട് അവർ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ടല്ലോ. ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലോ. ഇവരെ എടുക്കത്തില്ല അച്ചോ. പിന്നെ അച്ഛന്റെ മനസമാധാനത്തിന് വേണ്ടി ചേട്ടൊന്ന് ചോദിക്കാം. പിടിച്ചാമിയേ ഇങ്ങ് വാ. ഇതിവിടത്തെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും. അച്ഛന്റെ ഒരു ഷൂ കാണുന്നില്ല. എവിടെയാ ഷൂവാ? ശരി, വാങ്ങടാ എല്ലാവരും. ആളുടെ ഷൂ നമ്മൾ എടുത്തെന്ന്. പറയട്ടെ. കണ്ടോ വെച്ചാ സമാധാനകാംക്ഷികളാ. അവരെടുക്കത്തില്ലെന്ന് എനിക്കറിയാം നന്നായിട്ട്. അവര് മോഷ്ടിക്കുന്നവരല്ല. എന്നാ പിന്നെ ബെന്നി, എന്റേത് ഇതുപോലുള്ള ഒരു ഷൂവാ പോയത്. ഓ അത് ശരി. ഇനി ഈ ഷൂ എനിക്ക് എന്നാത്തിനാ? ഈ ഷൂ അവർക്ക് അങ്ങ് കൊടുത്തരും. മുനിശാമി വെള്ളച്ചാമി എന്നാലിങ്ങ ചൊക്കലിക്കവേ എന്നാ ഇത് ചുട്ടടിച്ചോ. ലെതറിന്റെയാ. ഇന്ന് ഉച്ചക്കത്തേക്ക് ഇത് മതി. അടിച്ചോ. എന്നാ അവിടെ എടുത്തു വെക്കുക പേരെ വിട്ടോ. അച്ഛന്റെ ഒരു ഷൂ കേട്ടോ പോയി. ബെന്നി ഇവിടെ നാടോടികളുടെ കൂടെ നിൽക്കാതെ പള്ളിമേടയിലേക്ക് വരും. ഞാൻ എന്തിനാ അങ്ങോട്ട് എപ്പോഴും നമ്മുടെ സെമിനാരിക്ക് ഇവിടെ നിർമ്മാണത്തിന് വേണ്ടി കുറച്ച് ഫണ്ട് ബെന്നി തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി ബെന്നി? അത് ഞാൻ ആ സ്വർണ്ണക്കടയിലെ വക്കീച്ചാനോടും തോമസിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി അച്ഛനാ കാശം കളക്ട് ചെയ്താ പോരെ. അതുകൊണ്ട് തികയത്തില്ല ബെന്നി. പിന്നെ ഞാനെന്ത് ചെയ്യാനാ ബെന്നി? പിന്നെ നമ്മുടെ ആ സെമിത്തേരിയുടെ അടുത്തുള്ള ഷേർലി ഇല്ലേ? ഷേർലി ഈ ഷേർലി ഒരു 50,000 രൂപ സംഭാവന തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മേടിക്കണോ ബെന്നി? മേടിച്ചോ. 50,000 രൂപയല്ലേ? അല്ല, ഒരു നേരായ മാർഗത്തിലല്ല ഈ പൈസ ഉണ്ടാക്കുന്ന ഇടവകയിൽ ഒരു സംസാരമുണ്ട്. അതുകൊണ്ട് ബെന്നി പറ, മേടിക്കണോ വേണ്ടോ? അച്ഛൻ ധൈര്യമായിട്ട് മേടിച്ചു വെച്ചോ. ആ പൈസ അവിടെ കാശൊന്നുമല്ല, പിന്നെ എന്നെപ്പോലുള്ള മാന്യന്മാരുടെ കാശാ. ബെന്നി അച്ഛൻ ഞാൻ പറഞ്ഞു വന്നെന്നാന്ന് പറഞ്ഞാലേ, ഇവർ 6 മാസമായിട്ട് എവിടെയുണ്ട്. പാവങ്ങളാ. കിടക്കാൻ ഒരു സ്ഥലവും ഇരിക്കാൻ ഒന്നും ഇല്ല. ഒരു പ്രാഥമിക ആവശ്യത്തിന് ഒരു സൗകര്യമില്ല. നമുക്കൊരു അനാഥ മന്ദിരം ഇല്ലേ, ഇവരെ അവിടെ കൊണ്ടങ്ങ് പാർപ്പിച്ചാലോ. അട്ടയെ പിടിച്ച് മെത്തക്കെടുത്ത് കെടുക്കോ ബെന്നി? അവർക്ക് മെത്ത വേണ്ടച്ചോ, തറയെ കിടന്നോളും. പിന്നെ വല്ല കഞ്ഞോ വെള്ളം കൊടുത്താൽ ആ വീട്ടിലെ പറമ്പിലൊക്കെ പണിയൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യും വെച്ചോ. പാവങ്ങളാ. ഇതിനൊക്കെ ഉള്ള ഫണ്ട് എവിടെന്നാ ബെന്നി? അതും കൂടെ പറ. ബെന്നിയേറ്റു. നാളെ രാവിലെ ബെന്നി പൈസയായിട്ട് അവിടെ വന്നു അച്ഛന്റെ മുന്നിൽ. ബെന്നിക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഇവരെ പള്ളിമേടയിലോട്ട് വിളിച്ചോളൂ. ഉറപ്പായിട്ടും. അതെ, ഇനി ഇങ്ങ കിടക്ക വേണ്ട. നിങ്ങൾക്ക് അച്ഛനോട് ഒരു അനാഥ മന്ദിരത്തിലെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഇറക്ക്. எல்லாருக்கும் இருக்கு. எல்லாரும் பாக்கி ചെയ്യാൻ നോക്ക്. എല്ലാം ഒന്ന് இந்த சாமி பேசிட்டியா? நமக்கு சாப்பாடு கிடக்க இடம் பெற எல்லாம் தரான் அந்த ஆளு. போலாமா? സാർ ഞങ്ങൾ വരാമെന്ന് വരാമെന്ന് പറയാതെ എല്ലാരും ബാക്കി ചെയ്തു. രാവിലെ വരാമെന്ന് അച്ഛനോട് പറഞ്ഞു. സമയം ഇപ്പം ഇത്ര. ഇനി അച്ഛൻ്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കണം. അച്ഛനകത്ത് നിന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. ചെയ്യാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. വിളിച്ചു നോക്കാം നമുക്ക്. അച്ഛാ എവിടെ പോയി? ബെന്നി അച്ഛാ വന്നത് മേടിക്കുന്നേ. ബെന്നി എന്നാൽ നിർബന്ധമാണെങ്കിലും അവിടെ നിൽക്കും. ഞാൻ അങ്ങോട്ട് വരാം. വരുന്നുണ്ട്, കൊടുക്കാം. നമസ്കാരം. അയ്യോ അച്ഛൻ കുളിക്കായിരുന്നു. ഞങ്ങളന്ന് വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. കുഴപ്പമില്ലായിരുന്നു. ബെന്നി ഇന്നലെ നാടോടികളാണെന്നും പറഞ്ഞ് കുറച്ച് ആളുകളെ കൊണ്ടൊന്ന് മന്ദിരത്തിൽ താമസിപ്പിച്ചില്ലായിരുന്നു? ഞാൻ അവരെ കാണാനാണ്. അവർക്കുള്ള സാധനങ്ങളാ ഇതൊക്കെ. എന്റെ ബെന്നി, അവര് നാടോടികളൊന്നുമല്ല. പിന്നെ അവര് തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്ന് വന്ന കള്ളന്മാരാ ബെന്നി. എന്റെ കർത്താവേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ നമ്മുടെ പള്ളിമേടയിലുണ്ടായിരുന്ന ഭണ്ഡാരപ്പെട്ടിയും പൊൻകുരിശും എന്തിന് എന്റെ ലോക വരെ അവർ അടിച്ചോണ്ട് പോയി. ഞാൻ ഈ തോർത്തെടുത്ത് കുളിക്കാൻ കയറിയത് കൊണ്ട് ഈ തോർത്തെങ്കിലും കിട്ടി. ഇതുപോലുള്ള ആളുകളെ കൊണ്ടൊന്ന് താമസിപ്പിക്കുമ്പോ അവരാരാ എന്താന്നൊക്കെ അന്ന് അന്വേഷിക്കണ്ട ബെന്നി. എന്റെ അച്ഛൻ ചക്കയെ മാങ്ങ അങ്ങനെ തുളച്ചു നോക്കരുത്. ഇവര് ഞാൻ എങ്ങനെ അറിയാനാ? ഒരു കാര്യം ചെയ്യാം, പോട്ടെ, പോയതെല്ലാം പോട്ടെ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തോന്നു? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര ശേഖരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ടിയാൽ മതി, കുഴപ്പമില്ലെന്നേ. പക്ഷെ ഈ ഇടവകയിലെ പറവകൾ അവർ വിതയ്ക്കുകയും ചെയ്യും, കൊയ്യുകയും ചെയ്യും, നന്നായിട്ട് മെതിക്കുകയും ചെയ്യും. മെച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കളപ്പുര ശേഖരിക്കുകയും ചെയ്യും. അതും സത്യം. ബെന്നി ഒരു കാര്യം ചെയ്യേ, ഈ ഇടവകയിലെ പറവകൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ പള്ളിയിലെ പൊൻകുരിശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ബെന്നി പോയാ മതി. എന്റെ കർത്താവ്, ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ അച്ചു. പടയപ്പാ.